ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. മുന്തിരി വെച്ചിട്ടാണ് നമ്മൾ ഈ ലസ്സി റെഡിയാക്കുന്നത്. ഞാൻ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ പഞ്ചസാര. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ലസ്സി റെഡിയാക്കാൻ പോകുന്നത്. ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലസ്സിയാണിത്. അപ്പം നമുക്ക് മുന്തിരി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുന്തിരി ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ വേവിച്ച് എടുത്തിട്ട് ലസ്സി ഉണ്ടാക്കുമ്പോൾ ആ ലസ്സിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. മുന്തിരി വേവുന്നതിനനുസരിച്ച് തൊലി ഇങ്ങനെ വിട്ടു പോരും. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഒരുപാട് തൊലി വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തണുത്ത് കഴിഞ്ഞ് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്ലാസ് ലസ്സിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി നമ്മൾ അരിച്ചെടുത്ത ആ മുന്തിരിയുടെ നീര് 1 കപ്പ്, പിന്നെ 1/2 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.